നമസ്കാരം, ഞാൻ ഡോക്ടർ ഫാരിഷ്, കൺസൾട്ടൻറ്റ് ലാപ്രോസ്കോപ്പിക് സർജൻ, ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഞാനൊരു ടോപ്പിക് സംസാരിക്കാനായിട്ടാണ് വന്നത്. ബേസിക്കലി നമ്മുടെ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന അപ്പൻഡിക്സ് എല്ലാവർക്കും മിക്കവാറും പേഷ്യൻസ് ഫോൺ വിളിച്ച് ചോദിക്കും, സ്കാൻ ചെയ്തിട്ട് എൻ്റെ സ്കാൻ റിപ്പോർട്ടിനകത്ത് അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് വിളിക്കാറുണ്ട്. എല്ലാവർക്കും ഒരു പേടിയാണ്, വയറുവേദന വന്നാൽ അപ്പൻഡിക്സ് ഇൻഫെക്റ്റഡ് ആണ് അല്ലെങ്കിൽ അപ്പൻഡിക്സ് പഴുത്തതാണെന്ന് പറഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് വന്നു, അല്ലെങ്കിൽ ചില പേഷ്യൻസ് പറയും അപ്പൻഡിക്സ് ഉണ്ട്, പെട്ടെന്ന് സർജറി ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളെ ഫോൺ ചെയ്യാറുണ്ട്. നമ്മൾ ലാപ്രോസ്കോപ്പി ആയിട്ട് അപ്പൻഡിക്സ് ചെയ്യാറുണ്ട്, അപ്പൻഡിസെക്ടമി കീ ഹോളായിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. പക്ഷേ ആർക്കൊക്കെ അപ്പൻഡിക്സ് ഉണ്ട് അല്ലെങ്കിൽ സ്കാൻ റിപ്പോർട്ട് മതിയോ അപ്പൻഡിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്നുള്ളതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം വെച്ചാൽ നമ്മൾ പേഷ്യൻസ് ഡിമാൻഡ് ചെയ്യും. കാരണം അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സ് ഉണ്ട്, ഇൻഫെക്ഷനായി, പെട്ടെന്ന് പോയി സർജറി ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നതല്ലാതെ ചില പേഷ്യൻറ്റിന് ചിലപ്പം ഒരു പ്രോപ്പ് ടെൻഡർനെസ് എന്ന് പറയും. നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പം അപ്പൻഡിക്സിൻ്റെ സൈറ്റിൽ ജസ്റ്റ് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ വേദന വന്നു, അതുകൊണ്ട് പ്രോബ് ടെൻഡർനെസ് ഉണ്ട്, അത് അപ്പൻഡിക്സ് ആണെന്ന് സസ്പെക്റ്റ് ചെയ്ത് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ അങ്ങനത്തെ പെയിനും അപ്പൻഡിക്സ് ആയിരിക്കുമോ എന്നുള്ളത് ഡോക്ടേഴ്സിനെ കാണാതെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമുക്ക് സാധാരണ ഫീമെയിൽസിന് പീരിയഡ്സ് വരുന്ന സമയത്തുള്ള പെയിന് ചിലപ്പം കിഡ്നി സ്റ്റോൺ താഴോട്ടിറങ്ങുന്ന വേദനയായിരിക്കാം, ചില സമയത്ത് ഫീമെയിൽസിന് ഓവറി ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന വേദനയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഫാറ്റ് തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേദനകൾ വരാം. അപ്പം ഈ വേദനകളൊക്കെ കണ്ടുപിടിക്കാൻ ചില സമയത്ത് അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ട് മാത്രം പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ഡോക്ടേഴ്സിനെ കാണേണ്ടി വരും. അപ്പം എൻ്റെ ഒരു കൺസേൺ, നമ്മളിന്ന് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം, ചില പേഷ്യൻറ്റ് വിളിച്ചിട്ട് നമ്മൾ അപ്പൻഡിക്സ് ആണ്, പെട്ടെന്ന് സർജറി ചെയ്യണം, എവിടെയാണ്, ഇപ്പോൾ രാത്രിയിലായാലും വിളിച്ചിട്ട് സ്കാൻ കണ്ടു അപ്പൻഡിസൈറ്റിസ് ഉണ്ട്, ഇപ്പം തന്നെ സർജറി ചെയ്യണമെന്നും പറഞ്ഞ് എമർജൻസിയിൽ ഓടി വരുമ്പോൾ നമ്മളത് വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ചിലപ്പം പേഷ്യൻസ് തന്നെ ചിലപ്പോൾ പറയാറുണ്ട് അത് അപ്പൻഡിക്സ് ആയിട്ടും വേണ്ടാന്ന് എന്താ പറഞ്ഞതെന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും പറയാറ് അപ്പൻഡിക്സ് സ്കാനിൽ കാണുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു അസുഖമല്ല. അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് കൊണ്ട് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു അസുഖമല്ല. അത് നമ്മുടെ മിക്കവാറും കുഞ്ഞുങ്ങളിലായിരിക്കും കാണുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുമ്പോഴാണ് പേരൻസ് ഒത്തിരി വറിയാവുന്നത്, പെട്ടെന്ന് ചെയ്യണമെന്നും പറഞ്ഞ് വരാറ്. അപ്പോൾ നമ്മൾ അപ്പൻഡിക്സിനെ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ക്ലിനിക്കലി നമ്മൾ വരുന്ന പേഷ്യൻറ്റിന് നമ്മൾ ക്ലിനിക്കിൽ എക്സാമിൻ ചെയ്ത് പെയിൻ ഉണ്ടോ എന്ന് നോക്കി, എവിടെയാണ് പെയിൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിനകത്ത് കൗണ്ട് കൂടുതലുണ്ടെങ്കിൽ, നമ്മൾ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് എന്തൊക്കെ നോക്കണം. ബ്ലഡിനകത്ത് കൗണ്ട് കൂടുതലുണ്ടോ, വേദനയുണ്ടോ, വേദന എങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൻഡിക്സിൻ്റെ വേദന സാധാരണ ഒറ്റയടിക്ക് അപ്പൻഡിക്സിൻ്റെ സൈറ്റിൽ തുടങ്ങാറില്ല, വയറ് മുഴുവൻ വേദന വന്നിട്ടായിരിക്കും പിന്നെ അപ്പൻഡിക്സിൻ്റെ ഇതിലോട്ട് മാറുന്നത്. അതുപോലുള്ള ഹിസ്റ്ററീസ് നമ്മൾ എടുക്കുമ്പോഴേ മിക്കപ്പോഴും കിട്ടും. ചിലപ്പോൾ വയറിനൊരു ഇൻഫെക്ഷൻ വന്നാലോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കുടലിന് ഇൻഫെക്ഷൻ വരിക, എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഇൻഫെക്ഷൻ വരിക, ഇതൊക്കെ വന്നാലും നമുക്ക് വയറിന് അപ്പൻഡിക്സിൻ്റെ ഇരിക്കുന്ന സൈറ്റിൽ തന്നെ നമുക്ക് വേദന വരാറുണ്ട്. ആ വേദന അപ്പൻഡിക്സ് ആണെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിനെ റൂൾ ഔട്ട് ചെയ്യണം. അത് അപ്പൻഡിക്സ് ആണോ, അതോ ഈ വയറിന് ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓവറീൻ്റെ ട്വിസ്റ്റാണോ, അല്ലെങ്കിൽ ഓവറിയിൽ സിസ്റ്റ് പൊട്ടിയതാണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം അപ്പൻഡിക്സ് ആണോ അല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ സാധാരണ അപ്പൻഡിക്സ് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൻഡിക്സിൻ്റെ പേഷ്യൻറ്റിനെ കിടത്തി പേഷ്യൻ്റെ അബ്ഡമൻ ചെക്ക് ചെയ്ത് വേദനയുണ്ടോ എന്ന് നോക്കി, ആ വേദന അപ്പൻഡിക്സിൻ്റെ സൈറ്റിലാണെങ്കിൽ നമ്മളതനുസരിച്ചിട്ട്, ചില സമയത്ത് വരാതിരിക്കാം, ചിലപ്പോൾ ഒരു കൺസേൺ വരുന്നത് ചിലപ്പോൾ അപ്പൻഡിക്സ് നോർമൽ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല, എല്ലാവർക്കും സിമിലറായിട്ടായിരിക്കത്തില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, പേഷ്യൻ്റ് വരും അപ്പൻഡിസൈറ്റിസ് ആണെന്നും പറഞ്ഞ് ഓപ്പറേഷൻ കയറ്റിയാൽ നമ്മളെപ്പോഴും പുതിയ കേസ് പോലെ ആയിരിക്കും. ചിലപ്പോൾ അപ്പൻഡിക്സിൻ്റെ പൊസിഷൻ വേറെ ആയിരിക്കും, എപ്പോഴും കാണുന്ന സ്ഥലത്തായിരിക്കത്തില്ല, ചിലപ്പം കുറച്ചുകൂടെ പൊങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുടലിന് അടിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ പല ഏരിയാസിൽ അപ്പൻഡിക്സ് വന്നിട്ട് ഇൻഫെക്റ്റഡായി ഒട്ടിപ്പിടിച്ചിരിക്കാം. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചില സമയത്ത് നമ്മൾ CT സ്കാനും ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ ക്ലിനിക്കലി ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പൻഡിക്സ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ക്ലിനിക്കിൽ നോക്കിയിട്ട്, എക്സാമിനേഷനിൽ നോക്കിയിട്ട്, അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിനകത്ത് കൗണ്ട് കൂടുതലുണ്ടെങ്കിൽ അതൊരു പോയിൻ്റാണ്. ഇതിനോരോ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഓരോ പോയിൻറ്റ്സും നമ്മൾ എടുത്തിട്ട് ഇതിനകത്ത് എത്ര പോയിൻറ്റ്സ് ആണ് കൂടുതൽ 5+ വരുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കൗണ്ട് കൂടുതലുണ്ട്, വേദന ഷിഫ്റ്റിംഗ് പെയിൻ ആയിരുന്നു, ഒരിടത്ത് വേദന വന്ന് അപ്പൻഡിക്സിലോട്ട് മാറി, അല്ലെങ്കിൽ ബ്ലഡിനകത്ത് കൗണ്ടിനകത്ത് ന്യൂട്രോഫിൽസ് കൂടുതലുണ്ട്, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയ നോക്കി ഈവൻ ഇമേജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അപ്പൻഡിക്സിനെ നമുക്ക്
സ്കാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ, നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് അപ്പൻഡിക്സിനെ കണ്ടുപിടിക്കാൻ കഴിയും. ഓൾമോസ്റ്റ് ഒരു 80% അപ്പൻഡിക്സൈറ്റിസും നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാൻ കഴിയും. പിന്നെ അൾട്രാസൗണ്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ സാധാരണ ഇങ്ങനത്തുള്ള കിഡ്നി സ്റ്റോണോ, ചിലപ്പം സ്റ്റോൺ ഇറങ്ങി വന്ന വേദനയോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കളക്ഷനോ, വേറെ എന്തെങ്കിലും തടിപ്പ് പോലുണ്ടോ, ഇല്ല ഓവറിൻ്റെ എന്തെങ്കിലും വിഷമമാണോ, വേറെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാൻ, അതില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ് നമ്മളെപ്പോഴും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത്. അല്ലാതെ അൾട്രാസൗണ്ട് സ്കാൻ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു പേഷ്യൻ്റെ അപ്പൻഡിക്സ് റിമൂവ് ചെയ്യത്തില്ല. അതുമല്ല, ചില പേഷ്യൻസ് പറയാറുണ്ട് അപ്പൻഡിക്സ് ഒരു വട്ടം ചെയ്തു എന്നിട്ട് പിന്നെയും എപ്പോഴും അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ സർജറി ചെയ്യുമ്പം പറയും അപ്പൻഡിക്സിൻ്റെത് ചില സമയത്ത് ഫോൾസ് പോസിറ്റീവ് എന്ന് പറയും. നമ്മൾ അപ്പൻഡിക്സ് ആണെന്നും പറഞ്ഞ് ചിലപ്പോൾ കയറിയിട്ട് ചിലപ്പോൾ അപ്പൻഡിക്സ് നോർമലായിരിക്കും, ചെറിയ വയറുവേദനയൊക്കെ ഉള്ളൂ. അതുമായിട്ട് നമുക്ക് അപ്പൻഡിക്സ് ചിലപ്പം ചെയ്തിട്ട് അപ്പൻഡിക്സ് മാറ്റേണ്ടി വരും. പക്ഷേ അതായിരിക്കത്തില്ല വേദന. അപ്പോൾ അപ്പൻഡിക്സ് മാറ്റിയാലും പിന്നെയും വേദന വരുമ്പോൾ ഇനിയും ഒരു അപ്പൻഡിക്സ് ഉണ്ടോ എന്ന് ഡൗട്ട് പറഞ്ഞ് പേഷ്യൻ്റ് ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് ഓൾമോസ്റ്റ് 99% പേഷ്യൻസിനും ഒരു അപ്പൻഡിക്സേ ഉള്ളൂ. അതാണ് ഇൻഫെക്ഷനായി നമ്മൾ അപ്പൻഡിസൈറ്റിസ് സർജറി ചെയ്യാറ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഇഷ്യൂസ് വരുന്നത് നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലും വിഷമമായിരിക്കും. ചിലപ്പം കഴലകൾ, മിസെൻട്രിക് അഡിനൈറ്റിസ് എന്ന് പറയും. ചിലപ്പോൾ കുടലിന് ഇൻഫെക്ഷൻ കാരണം കഴലകൾ വീങ്ങിയിട്ട് ഇതുപോലെ തന്നെ വേദന പ്രസൻറ്റ് ചെയ്യാം. ചിലപ്പോൾ കുടലിനകത്തുള്ള അൾസർ, പുണ്ണ് കാരണം നമുക്കിതുപോലെ വേദനയായിട്ട് വരാം. അതല്ലാതെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, നമുക്ക് കിഡ്നിയിലെ സ്റ്റോൺ താഴോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് അപ്പൻഡിക്സ് ആയിട്ട് വരാം. അപ്പം ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് ചെയ്യാൻ പോകുമ്പോൾ, ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൻഡിക്സ് ഇപ്പോൾ ഈവൻ ഒരു സ്ഥലത്തുനിന്ന് മാറി എവിടെയെങ്കിലും ആയിരിക്കുന്നതെങ്കിൽ തന്നെ കീ ഹോൾ ചെയ്യുമ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൻഡിക്സ് ഇൻറ്റസ്റ്റൈനിൻ്റെ കുടലിൻ്റെ ഇടയ്ക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ അടുത്തോട്ട് നീങ്ങിയിരിക്കുവാണോ, അല്ലെങ്കിൽ കുടലിൻ്റെ പുറകിലാണോ എന്നെല്ലാം നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് അപ്പൻഡിക്സിനെ മാറ്റാൻ കഴിയും. പക്ഷേ അതിന് മുന്നേ നമ്മൾ അപ്പൻഡിക്സൈറ്റിസ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് വേണം അപ്പൻഡിസെക്ടമി ചെയ്യാനായിട്ട്. ഇത് നമ്മളെല്ലാ കേസും അപ്പൻഡിക്സ് ആണെന്നും പറഞ്ഞ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് പേഷ്യൻ്റെ പെയിൻ മാറത്തില്ല. മിക്കപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും പേഷ്യൻ്റ് അപ്പൻഡിക്സ് ചെയ്തു, സ്റ്റിൽ പിന്നെ വേദന വരുന്നു എന്നും പറഞ്ഞ് വരും. പിന്നെ എന്തെങ്കിലും അപ്പൻഡിക്സിൻ്റെ ബാക്കിയാണോ, എന്താ ഡൗട്ടെന്ന് ചോദിച്ച് വരാറുണ്ട്. അതിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രൈമറി ചെയ്ത സർജറിയിൽ നമുക്ക് ആ ഒരു പെയിൻ വന്നത് അപ്പൻഡിക്സിൻ്റെ ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും പെയിൻ കൊണ്ടായിരിക്കും. ആ റീസൺ ആയിരിക്കും പിന്നെയും നമുക്ക് വേദന വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പൻഡിസെക്ടമി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത് തന്നെ ആണെന്നുള്ളതൊരു ഡോക്ടറിനെ കാണിച്ച് കൺഫേം ചെയ്ത് ഡോക്ടറിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത്, ഇപ്പോൾ ചില സമയത്ത് നമുക്ക് അൾട്രാസൗണ്ടിൽ മാത്രം കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പേഷ്യൻ്റ് പെയിൻ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്ന അപ്പൻഡിക്സുകളുണ്ട്, റിക്കറൻറ്റ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയും. അങ്ങനെയൊക്കെ വേദന വരുന്നുണ്ടെങ്കിൽ നമുക്ക് CT സ്കാൻ ഒരു സ്പെസിഫിക് ടെസ്റ്റാണ്. CT സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാം. ചില സമയത്ത് CTയുടെ ഒന്നും ആവശ്യം വരത്തില്ല. നമ്മൾ ക്ലിനിക്കലി കണ്ട് പേഷ്യൻ്റ് വരുമ്പം തന്നെ അറിയാൻ പറ്റും. ചില പേഷ്യൻസ് നമ്മുടെ OPയിലോട്ട് കയറുമ്പം തന്നെ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ, കാരണം കുനിഞ്ഞ് കയറുക, പണ്ട് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പേഷ്യൻ്റ് എങ്ങനെയാണോ നമ്മുടെ ക്ലിനിക്കിലോട്ട് വരുന്നത് അല്ലെങ്കിൽ OPഡിയിലോട്ട് വരുന്നത് നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ നോക്കണം. അങ്ങനെ തന്നെ കുറേ സിംറ്റംസ്, നമുക്ക് കുറേ വിഷമങ്ങൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ വിഷമം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് അപ്പൻഡിക്സ് ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെയാണ് നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റുകളും സ്കാനുകളും ചെയ്തിട്ട് നമ്മൾ അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് കണ്ടുപിടിച്ച ശേഷം അത് ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ആദ്യം വയറുവേദന വന്നാൽ ഡോക്ടേഴ്സിനെ കാണാതെ ഓടിപ്പോയി സ്കാൻ ചെയ്ത് റിപ്പോർട്ട് അയക്കലാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം പോയി സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ചെറിയ സ്കാൻ ചെയ്യുമ്പോൾ വേദന എടുക്കുന്ന പോർഷൻ ചിലപ്പോൾ അവർ മെൻഷൻ ചെയ്യും ഇത് അപ്പൻഡിക്സ് ആയിരിക്കും. പക്ഷേ അതാണെന്ന് കൺഫേം ചെയ്യേണ്ടത് ഡോക്ടേഴ്സിനെ കാണിച്ച ശേഷം, അതാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ശേഷമായിരിക്കണം എന്ന് ഉള്ളൊരു അറിവ് തരാൻ വേണ്ടിയാണ്. താങ്ക് യു.